തമിഴ്നാട് രാഷ്ട്രീയത്തിലും തലമുറ മാറ്റം. ജയലളിതയുടെ മരണത്തോടെ തകർന്നടിഞ്ഞ അണ്ണാ DMKയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ടാണ് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK അധികാരം പിടിച്ചെടുത്തത്. എത്രയോ കാലങ്ങളായി സ്റ്റാലിനും DMKയും നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം. സ്റ്റാലിൻ്റെ നേതൃത്വത്തിലെ ഭരണം തമിഴ്നാടിന് എല്ലാവിധത്തിലുള്ള മുന്നേറ്റങ്ങളും സൃഷ്ടിക്കുന്നതായിരുന്നു. ആ മുന്നേറ്റം തന്നെയായിരുന്നു വീണ്ടും സ്റ്റാലിന് തമിഴ്നാടിൻ്റെ കിരീടവും ചെങ്കോലും കിട്ടുന്നതിലേക്ക് വഴിതെളിച്ചതും. പൊതുവാഹനങ്ങളിലെ സൗജന്യയാത്രയും ക്ഷേമപ്രവർത്തനങ്ങളും സർക്കാർ ജനങ്ങൾക്കു നൽകി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയ സർക്കാരായിരുന്നു തമിഴ്നാട്ടിലേത്. എന്നാൽ ഇന്ന് സ്റ്റാലിനും DMKയ്ക്കും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK ആധികാരികം വിജയം നേടിയെന്ന് അവകാശപ്പെടുമ്പോഴും BJP അവരുടെ ശക്തി 10 മടങ്ങ് ഇരട്ടിയാക്കിയിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ മത്സരിച്ച കോയമ്പത്തൂർ മണ്ഡലത്തിൽ സിറ്റിംഗ് സീറ്റിൽ നിന്നും CPMനെ മാറ്റി നിർത്തി DMK തന്നെ മത്സരത്തിന് ഇറങ്ങുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും BJP തമിഴ്നാട് കേന്ദ്രീകരിച്ച് ശക്തമാവുകയാണ്. ഇതിനൊപ്പം സർക്കാരിനോടുള്ള ജനങ്ങളുടെ താൽപ്പര്യവും വർദ്ധിതമായി കുറഞ്ഞു വരികയാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും സർക്കാർ വിരുദ്ധത പൊടുന്നനെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നേയില്ല. ഇതിനിടയിലാണ് മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് DMK എത്തി നിൽക്കുന്നത്. സ്റ്റാലിൻ്റെ മകനും ചലച്ചിത്ര താരവും നിലവിലെ മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചുകൊണ്ടാണ് DMK മുഖം മിനുക്കുവാൻ ശ്രമിക്കുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും ഉദയനിധി സ്റ്റാലിനുള്ള സ്വാധീനം വളരെ വലുതാണ്. DMK യുവജന വിഭാഗത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയായ ഉദയനിധി സ്റ്റാലിൻ യുവജനക്ഷേമ കായിക മന്ത്രിയായിരുന്നു നിലവിൽ. സ്റ്റാലിൻ്റെ പാതയിൽ തന്നെയാണ് ഉദയനിധിക്കും വഴിയൊരുങ്ങുന്നത്. കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത്. സർക്കാരിൽ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാർട്ടിയുടെ മുഖമായി മാറുവാനും ഉദയനിധി ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനാണ് ഉദയനിധി. BJP മുതിർന്ന നേതാക്കളായിരുന്ന സുഷമ സ്വരാജും അരുൺ ജെയ്റ്റ്ലിയും മരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ കടുത്ത സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനു മറുപടിയായി മോദി പറഞ്ഞത് ഉദയനിധി പല ഉയർന്ന നേതാക്കളെയും തഴഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നു എന്നതായിരുന്നു.